ഇവള് അവകാശവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറിയതാ. ഇവളും ഇവനും തമ്മില് ഇപ്പോഴും ബദ്ധശത്രുക്കള് തന്നെയാ. എന്ന് വെച്ചാ അംബിക ഇപ്പോഴും പൂർവാധികം സന്തോഷത്തിലാണ്. നല്ല കാര്യം. ആ മോള് ഓഫീസിൽ നിന്ന് വരണുണ്ടല്ലോ. എടീ വെയിലുകൊണ്ടാ വരണത്. നീ എന്തെങ്കിലും കാപ്പിയോ വെള്ളം എടുത്തു വെക്കി. അവള് വരട്ടെ വേണുവേട്ടാ. അവള് വന്ന ഉടനെ ഒന്നും കഴിക്കില്ലല്ലോ. അവളോടിപ്പോ അച്ഛനും അമ്മയ്ക്കും വലിയ പുന്നാരോ. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിട്ട് ഒരിടത്തേക്കും പോയിട്ടില്ല. ഒരു സിനിമ കാണാൻ പോലും പോയിട്ടില്ല. എന്നിട്ട് എന്നോട് രണ്ടുപേർക്കും ഒരു സ്നേഹമില്ല. ഞാൻ ഉദ്യോഗസ്ഥയൊന്നും അല്ലല്ലോ. അതെ, ഇതിന്റെ പേരെന്തോന്നാ? ഇതിന്റെ പേരാണ് അസൂയ. ആ, ഇവളുടെ അമ്മായിയമ്മയുടെ ശൈലി പറഞ്ഞ അഷൂഷ. അഷൂഷ. ശ്രീലക്ഷ്മിയെ പോലെ തന്നെ വിദ്യാഭ്യാസം നിനക്കും ഞാൻ തന്നിട്ടുണ്ട്. നീ ഇതുവരെ ഒരു PSC ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ? ഒരു ജോലിക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടോ? ചേച്ചിക്ക് അധികം ഏജൊന്നും ആയിട്ടില്ലല്ലോ. ചേച്ചി ആപ്ലിക്കേഷൻ അയക്കും, ഞാൻ ഹെൽപ്പ് ചെയ്യും. ചേച്ചി എന്നെ പോലെ ഗവൺമെന്റ് എംപ്ലോയി ആവും, അല്ലേ ചേച്ചി? എനിക്ക് എന്റെ അനിയത്തിയോട് ഒരു അസൂയയില്ല. ഞാനിങ്ങനെ വിടുവായത്തൊക്കെ പറയുന്നേ ഉള്ളൂ. ഞാൻ വെറും പാവാ. വേടുവേട്ട കേട്ടോ, ഇവള് പാവാണെന്ന് ഇവള് തന്നെ പറയുക. ഇനി മുതൽ നമുക്ക് ഇവിടെ പാവമേ പാവമേ എന്ന് വിളിക്കാം. പാവമേ. എനിക്ക് ഒരൊറ്റ പരാതിയുള്ളൂ. ഞാൻ അച്ഛന്റെ അമ്മയുടെ മൂത്ത മോളല്ലേ. എനിക്കൊരല്പ സ്നേഹം കൂടുതൽ തന്നാൽ എന്താ തെറ്റ്? ഇവരെക്കാളും ഒരു 5 ഗ്രാം കൂടുതൽ. ഈ ചിരി ഞാനും പങ്കുചേർന്നോ അതോ പോണോ? അയ്യോ, വേണുവേട്ടന്റെ കാലിൽ നല്ല നീരുണ്ടല്ലോ. ആ, കാലില് നീര് വന്നാ കിഡ്നി ലിവർ അടിച്ചു പോകുന്ന കണക്ക്. ആ, പിന്നെ ഡയാലിസിസും വേണ്ടി വരുവേ. എന്റെ കാലിലൊരു തേങ്ങാക്കൊലയില്ല. ഇതൊക്കെ തന്നെ കുഴപ്പം. ലോഹ്യം കാണിച്ചാൽ നെഗറ്റീവ് പറയൂ. ക്ഷമിക്കണം മക്കളെ, ഞാൻ ഇങ്ങനെയാ. നാട്ടുകാർക്ക് മോശമായത്. നാവദോഷം അറിയാതെ വന്നു പോയതാ. ആ, മോളൊന്നും നിന്നേ. ഞാൻ മോളോടൊരു കാര്യം ചോദിക്കാനാ വന്നേ. എന്താ ചേച്ചി? മോൾക്ക് രുക്മിണി മയക്കുമരുന്ന് തന്നില്ലേ? അത് കൊടുത്തവരെ കുറിച്ച് ഒരു ഊഹം കിട്ടിയിട്ടുണ്ട്. അവരെ ഞാൻ ഋതികമോളുടെ സഹായത്തോടെ പിടികൂടും. എന്നിട്ട് രുക്മിണിയുടെ തനിനിറം നാട്ടുകാരുടെ മുമ്പിൽ വെളിവാക്കും. അങ്ങനെ എന്റെ രാധമ്മയ്ക്കുണ്ടായ മാനക്കേട് ഞാൻ മാറ്റും. പിന്നെ സാലറി കിട്ടുമ്പോ മോളെനിക്ക് ചെലവ് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യാം ചേച്ചി. അയ്യോ ദൈവമേ, പ്രശ്നം വഷളാവോ? പഴയ ഭാര്യ ഭർത്താക്കന്മാർ നേർക്കുനേറുണ്ടല്ലോ. നീ നോക്കിക്കോ, ഉഗ്രനൊരു തല്ല് കാണാം. നിങ്ങൾ വഴിപാട് വല്ലതും നേർന്നിട്ടുണ്ടോ? എന്തിന്? തല്ല് നടക്കാൻ. ഓ, നിങ്ങളുടെ മോഹം അതാണല്ലോ. ആ, എന്റെ മോഹേ അതൊക്കെ തന്നെയാണെന്ന് നിനക്കറിയാലോ. ഓർമ്മേ. നമസ്കാരം സാർ. നമസ്കാരം. നശിപ്പിച്ചല്ലോ. കൃത്യസമയത്ത് അങ്ങേര് കയറി വന്നു. നാശം. പത്മ തിരിച്ചു വന്നു. സന്തോഷം, വളരെ സന്തോഷം. ഇത്രയും വലിയ സന്തോഷം ഈ അടുത്ത കാലത്ത് എങ്ങും ഉണ്ടായിട്ടില്ല. പിന്നെ സന്തോഷിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇവനെയൊക്കെ ആരാ മുഖ്യമന്ത്രിയാക്കിയത്?
സാർ വരൂ, ഇരിക്കാം. സതി, നീ എപ്പോഴും പത്മയുടെ കാര്യം അന്വേഷിക്കാറില്ലേ? ദാ നിൽക്കുന്ന ആള്. വർഷങ്ങളായല്ലോ പത്മേ നമ്മൾ പരസ്പരം കണ്ടിട്ട്. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. പത്മയോടെ ഇരിക്കെ. ഇരിക്ക് പത്മേ, ഇരിക്ക്. സാർ കുടുംബസമേതം വന്നതല്ലോ, എന്തോ കാര്യമില്ലാതില്ല. കാര്യമുണ്ടല്ലോ. എന്റെ മകളെ വർമ്മ സാറിനും പത്മയ്ക്കും അറിയാമല്ലോ. ആ, പിന്നെ രാഗേന്ദു അല്ലേ? ഇവിടെ ജനിച്ച നാൾ മുതൽ ഞാൻ കാണുന്നതല്ലേ. ഋതുമോളും രാഗേന്ദു ഒരുമിച്ച് പഠിച്ചതല്ലേ? സ്കൂളില്, കോളേജിലല്ല. രാഗേന്ദു PG കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? ആദ്യം വരുന്നത് ഇങ്ങോട്ടല്ലേ, അപ്പൊ പറയൂ. വർമ്മ സാറും പത്മയും മാത്രമല്ല, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ പറയുന്നു. എന്റെ മകൾ രാഗേന്ദുവിന്റെ വിവാഹമാണ്. ഓ, ശ്രീ ആറന്മുള ഗംഗാന്റെ മകൻ രാജീവാണ് വരൻ. ഈ വരുന്ന ഓഗസ്റ്റ് 10-നാണ് വിവാഹം. ബാക്കിയെല്ലാം ക്ഷണക്കത്തിലുണ്ട്. വിവാഹത്തിനും അതിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും വർമ്മ സാറും പത്മയും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. രാജു ഇല്ലേ മോളെ? വീട് വരെ പോയിരിക്കാ. രാജുവിനോട് പറഞ്ഞേക്കണേ പ്രത്യേകം. പറയാങ്കൾ. ആദ്യത്തെ കുറി കൊടുക്കുന്നത് വർമ്മ സാറിനാണ്. അത് കൊടുത്ത് സാറിന്റെയും പത്മാന്റെയും അനുഗ്രഹം വാങ്ങിക്കണം. അയ്യോ, എന്റെ തിരക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകം ആരോടും പറയേണ്ടതില്ലല്ലോ. അപ്പൊ വർമ്മ സാറേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. സദാശിവൻ സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പ്രതാപനും ഈ പത്മയും തമ്മിലേ ഒരുമിച്ചിട്ടൊന്നുമില്ല. ഇവള് അവകാശവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറിയതാ. ഇവളും ഇവനും തമ്മില് ഇപ്പോഴും ബദ്ധശത്രുക്കള് തന്നെയാ. എന്ന് വെച്ചാ അംബിക ഇപ്പോഴും പൂർവാധികം സന്തോഷത്തിലാണ്. നല്ല കാര്യം.